ഒരു വ്യക്തിനെ സംബന്ധിച്ചും ഒരു ഇൻഷുറൻസ് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാ തരം ഇൻഷുറൻസുകളും വേണമെന്ന് വാദിക്കുന്ന ആളാണ്. ഹെൽത്ത് ഇൻഷുറൻസ് വേണം, അതുപോലെ തന്നെ നമ്മൾ വീടിന് ഇൻഷുറൻസ് വേണം, ലോണിന് ഇൻഷുറൻസ് വേണം. ലോണിന് എന്താ, നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോൺ പ്രൊട്ടക്ഷനാണ്, ആ ലോൺ ഇൻഷുറൻസ് കമ്പനി അടച്ചോളൂ. പലപ്പോഴും ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര വിമുഖതയാണ്. ഏത് ലോൺ ആയിക്കോട്ടെ, നമ്മൾ സത്യം പറഞ്ഞാൽ ചോദിച്ച് വാങ്ങണം നമ്മളുടെ ഇൻഷുറൻസ്. ഇപ്പോൾ ചിലപ്പോൾ ഇത്തിരി പ്രീമിയം കൂടുതലായിരിക്കും. അപ്പോൾ പ്രീമിയമൊക്കെ ബാങ്കുകാർ ആ ലോണിൻ്റെ കൂടെ കൂട്ടിയിട്ട് EMI കൂടെ കൂട്ടി തരും. സാധാരണ ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് പിന്നോക്കം, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. ചില ആൾക്കാരുടെ കയ്യിലും ധാരണ എന്ന് പറയുന്നത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ബാങ്കിൻ്റെ ബാധ്യത എന്നാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിന് ഇൻഷുർ ചെയ്യണം. ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായി. ഇപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കൾ ബാങ്കിനെതിരെ പരാതി കൊടുത്തു. ബാങ്ക് ചെയ്യേണ്ടതായിരുന്നു, അവർ ചെയ്തില്ല. മാനേജർമാർക്ക് വലിയ ഒരു ടാർഗറ്റും കൊടുത്തിട്ട് അവന് ഭയങ്കര ഓഫർ, അവിടെ ടൂർ ഇവിടെ ടൂർ, ഭയങ്കര ഓഫറായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവൻ എന്താ ചെയ്യുക, ഒരു കസ്റ്റമർക്ക്, എനിക്ക് പരിചയമുള്ളൊരു കസ്റ്റമർക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് പറഞ്ഞ കസ്റ്റമർ 1 കോടി ലോൺ കൊടുത്ത് 30 ലക്ഷം രൂപ ഇൻഷുറൻസ് പിടിപ്പിച്ചു. 30 ലക്ഷം രൂപ കസ്റ്റമർ ചാടിയേക്കാണ്. കാരണം ഏതാണ്ട് എല്ലാ കസ്റ്റമറും ധാരണ എന്നറിയാമോ, ഈ ലോൺ കിട്ടുന്നത് ഏതാണ്ട് വെറുതെ കിട്ടുന്ന പോലെയാണ്. ഇപ്പോൾ ലോൺ എടുക്കുന്ന പലർക്കും വരുന്ന ഒരു സംശയമാണ്, ലോണിനൊപ്പം തന്നെ ഇൻഷുറൻസ് കവറേജ് കൂടി കൊടുക്കാറുണ്ട്. ശരിക്കും ഇത് ഇൻഷുറൻസ് കവറേജ് നിർബന്ധമാണോ? RBI ഇങ്ങനെ ഇൻഷുറൻസ് എടുത്തോളൊന്നും ഒരാളോടും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇതൊരു പ്രൊട്ടക്ഷനാണ്. ബാങ്കിനെ സംബന്ധിച്ചും റിസ്ക് കവറിങ് ആണ്. ഒരു വ്യക്തിനെ സംബന്ധിച്ചും ഒരു ഇൻഷുറൻസ് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ എപ്പോഴും എല്ലാ തരം ഇൻഷുറൻസുകളും വേണമെന്ന് വാദിക്കുന്ന ആളാണ്. ഹെൽത്ത് ഇൻഷുറൻസ് വേണം, അതുപോലെ തന്നെ നമ്മൾ വീടിന് ഇൻഷുറൻസ് വേണം, ലോണിന് ഇൻഷുറൻസ് വേണം. ലോണിന് എന്താ, നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലോൺ പ്രൊട്ടക്ഷനാണ്, ആ ലോൺ ഇൻഷുറൻസ് കമ്പനി അടച്ചോളൂ. പലപ്പോഴും ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര വിമുഖതയാണ്. ഇപ്പോൾ ഒരു ഹോം ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ ഏത് ലോൺ ആയിക്കോട്ടെ, നമ്മൾ സത്യം പറഞ്ഞാൽ ചോദിച്ച് വാങ്ങണം നമ്മളുടെ ഇൻഷുറൻസ്. അപ്പോൾ ചിലപ്പോൾ ഇത്തിരി പ്രീമിയം കൂടുതലായിരിക്കും. അപ്പോൾ പ്രീമിയമൊക്കെ ബാങ്കുകാർ ആ ലോണിൻ്റെ കൂടെ കൂട്ടിയിട്ട് EMI കൂടെ കൂട്ടി തരും. സാധാരണ ഇതിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് സത്യത്തിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് പിന്നോക്കം, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും. അതിൻ്റെ കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം സൂചിച്ചുകൊണ്ട്. എനിക്ക് എന്നോട് ഒരു സുഹൃത്ത്, ഒരു ബാങ്കർ പറഞ്ഞൊരു കഥയല്ല, ഉണ്ടായ സംഭവമാണ്. ഒരു 5-8 വർഷം മുമ്പ് ഒരു ക്ലയൻറ്റ് ഇവർ ലോൺ കൊടുത്ത സമയത്ത്, ഹൗസ് ലോൺ കൊടുത്ത സമയത്ത് 60 ലക്ഷം അങ്ങനെ സംതിങ് ആണ്. ഇവർ ഇൻഷുറൻസ് എടുത്തു. അയാൾ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഇൻഷുറൻസ് എടുത്തു. ഇൻഷുറൻസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ 3.5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഇത് ലോണിൽ കൂട്ടി കൊടുത്തു. ഇയാൾ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവിടെ വന്നിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം അവർ മെയിലൊക്കെ അയച്ച് അവസാനം പൈസ അവർ ഇത് ചെയ്തു. മറ്റേ ഇൻഷുറൻസ് കമ്പനിക്ക് ഇത് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ക്യാൻസൽ ചെയ്യിപ്പിച്ച് ഇയാൾ പോയി. ക്യാൻസൽ ചെയ്തതിൻ്റെ 4-ാം ദിവസം ഇയാൾ മരിച്ചുപോയി. അപ്പോൾ വീട്ടുകാരെ കൂടി ഓടി വന്നേക്കാണ്, അയ്യോ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടായാലോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും ചില ആൾക്കാരുടെ കയ്യിലും ധാരണ എന്ന് പറയുന്നത് ഇൻഷുറൻസ് എടുക്കേണ്ടത് ബാങ്കിൻ്റെ ബാധ്യത എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്കിന് ഇൻഷുർ ചെയ്യണം. ഇപ്പോൾ ഫ്ലഡ് ഉണ്ടായി. ഇപ്പോൾ എൻ്റെ 1-2 സുഹൃത്തുക്കൾ ബാങ്കിനെതിരെ പരാതി കൊടുത്തു. ബാങ്ക് ചെയ്യേണ്ടതായിരുന്നു, അവർ ചെയ്തില്ല. ബാങ്കല്ല ചെയ്യേണ്ടത്. ശരിക്കും കസ്റ്റമർ ബാങ്ക് ഇത് വയ്ക്കും, സാങ്ഷനിൽ വയ്ക്കും, ഇൻഷുറൻസ് എടുത്തോളണം, ഇൻഷുറൻസ് കവർ ഇൻഷുർ ചെയ്തേക്കണം. കസ്റ്റമറാണ് ആ ഇൻഷുറൻസ് എടുക്കേണ്ടത്, ബാങ്കല്ല. പക്ഷേ ആ സമയത്ത് കസ്റ്റമറോട് പറഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ സമ്മതിക്കില്ല. പിന്നെ വേറെ ഉണ്ട്. ഇപ്പോൾ ഈ ഇൻഷുറൻസിനെ പറ്റി പറയുന്ന സമയത്ത് ഈ ബാങ്ക് ഇൻഷുറൻസും ഇപ്പോൾ RBI അതിന് എതിരായിട്ട് കുറച്ച് സർക്കുലറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ചില ബാങ്കുകൾക്ക് അവരുടെ മെയിൻ വരുമാന സോഴ്സിൻ്റെ, ഇൻട്രസ്റ്റിൻ്റെ വരുമാന സോഴ്സിൻ്റെ കൂടെ തന്നെ അവർ കരുതുന്ന ഒരു ഏരിയയാണ് ഇൻഷുറൻസിൻ്റെ കമ്മീഷൻ. കാരണം ഇൻഷുറൻസ് വിൽക്കും. ഇപ്പോൾ മാനേജർമാർക്ക് വലിയ ഒരു ടാർഗറ്റും കൊടുത്തിട്ട് അവന് ഭയങ്കര ഓഫർ, അവിടെ ടൂർ ഇവിടെ ടൂർ, ഭയങ്കര ഓഫറായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൻ എന്താ ചെയ്യുക, ഒരു കസ്റ്റമർക്ക്, എനിക്ക് പരിചയമുള്ളൊരു കസ്റ്റമർക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞ് പറഞ്ഞ കസ്റ്റമർ 1 കോടി ലോൺ കൊടുത്ത് 30 ലക്ഷം രൂപ ഇൻഷുറൻസ് പിടിപ്പിച്ച്. 30 ലക്ഷം രൂപ 1 വർഷത്തേക്കല്ല, 3 വർഷം അടയ്ക്കണം. അന്ന് ഇപ്പോഴല്ല, 10 വർഷം മുമ്പ്. ഓക്കെ, എൻ്റെ മാനേജർക്കെതിരെ പിന്നീട് എൻക്വയറി അതൊക്കെ അയാൾ കംപ്ലയിൻറ്റ് കൊടുത്ത് അങ്ങനെ എൻക്വയറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമില്ല. അയാളുടെ ആ ടാർഗറ്റ് മുട്ടാൻ വേണ്ടി 30 ലക്ഷം രൂപ ഇൻഷുറൻസ് ആ കസ്റ്റമർ ചാടിയേക്കാണ്. കാരണം ഏതാണ്ട് എല്ലാ കസ്റ്റമറും ധാരണ എന്നറിയാമോ, ഈ ലോൺ കിട്ടുന്നത് ഏതാണ്ട് വെറുതെ കിട്ടുന്ന പോലെയാണ്. അത് നമ്മൾ ബാങ്കിനോടും പറയാം. അതായത് നമ്മൾ പോയിട്ട് ഇൻഷുറൻസ് എടുപ്പിക്കാനാണെങ്കിൽ ഞാൻ ലോൺ എടുക്കില്ല. ഇൻഷുറൻസ് വേണം എനിക്ക്, എൻ്റെ പ്രൊട്ടക്ഷന്. നിങ്ങളുടെ ടാർഗറ്റ് മുട്ടിക്കാനുള്ള ഇൻഷുറൻസ് ഞാൻ എടുക്കില്ല. എനിക്ക് ഹോം ലോൺ കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ് വേണം, ലൈഫ് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ് വേണം, ഇതെല്ലാം വേണം, സ്റ്റോക്ക് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ് വേണം. അത് എനിക്ക്
ഞാൻ ബാങ്കിൽ നിന്ന് എടുക്കാൻ കുഴപ്പമില്ല, ബാങ്കിന് ചില ആൾക്കാർ ബാങ്കിൽ തന്നെ എടുക്കണമെന്ന് പറയും. ചില ബാങ്കുകൾ പറയുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും മതി, ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയും. അപ്പം ഇൻഷുറൻസ് മസ്റ്റാണ്. അത് ഏത് ലോണിൻ്റെ ഒപ്പം എടുക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കണം എല്ലാവരും.